സ്വാഗതം എല്ലാവർക്കും. നമ്മുടെ കേട്ടറ്റ് സർട്ടിഫിക്കറ്റ് പരിശോധനയുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് അറിയിപ്പുകൾ നമ്മൾ കഴിഞ്ഞ 2 വീഡിയോകളിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ ഓഫീസുകളിലെ വെരിഫിക്കേഷനും അതുമായി അതിൻ്റെ തീയതികളൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്തത്. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങൾ ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ പറയുന്നത്. അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് നോക്കാം. ഒരുപാട് ആളുകൾ വെരിഫിക്കേഷൻ നടത്താൻ ബാക്കിയുണ്ട്, അതുപോലെ തന്നെ നടത്തിയവരുണ്ടാകും അല്ലേ. അപ്പോൾ ഈ ഡേറ്റ് അറിയാത്തതിൻ്റെ പേരിൽ ആ ഒരു അവസരം നഷ്ടപ്പെടേണ്ട എന്നുള്ളതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഇത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ വരുന്നത് കണ്ണൂർ ജില്ലയാണ്. കണ്ണൂർ ജില്ലയിലെ വിദ്യാഭ്യാസ ഓഫീസ് മൊത്തത്തിലല്ല ഉദ്ദേശിക്കുന്നത്, എന്താണ് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൻ്റെ പരിധിയിലെ സ്കൂളുകളിൽ നടന്ന ഏപ്രിൽ 2024 കേട്ടറ്റ് പരീക്ഷയിലും മുൻ വർഷങ്ങളിൽ നടന്ന കേട്ടറ്റ് പരീക്ഷയിലും കാറ്റഗറി 1, 2, 3, 4 വിജയിച്ചവരുടെ സർട്ടിഫിക്കറ്റ് പരിശോധന 26 മുതൽ 28 വരെ കണ്ണൂർ GVHSS സ്പോർട്സിൽ നടക്കും. രാവിലെ 10 മുതൽ 3 വരെയാണ് വെരിഫിക്കേഷൻ നടക്കുന്നത്. BEd DLEd പഠിച്ചുകൊണ്ടിരിക്കെ പരീക്ഷ എഴുതിയവർ കേട്ടറ്റ് പരീക്ഷയ്ക്ക് അപേക്ഷിക്കുന്ന അവസരത്തിൽ 2ാം വർഷ വിദ്യാർത്ഥി ആയിരുന്നുവെന്ന് സ്ഥാപന മേലധികാരി നൽകുന്ന സർട്ടിഫിക്കറ്റും കോഴ്സ് വിജയിച്ച സർട്ടിഫിക്കറ്റും ഹാജരാക്കണം. ഒരു ദിവസം 150 ടോക്കൺ നൽകും. 150 ടോക്കൺസാണ് ഒരു ദിവസം കൊടുക്കുന്നത്. പരിശോധന തീയതി കാറ്റഗറി 2 നടക്കുന്ന 26-ാം തീയതിയാണ്. കാറ്റഗറി 3-ൻ്റെത് 27-ാം തീയതിയും കാറ്റഗറി 1, 4 എന്നിവയുടേത് 28-ാം തീയതിയാണ് കേട്ടോ. അങ്ങനെയാണ് നടക്കുന്നത്. അപ്പോൾ അവിടെ ഫോൺ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അതിൽ വിളിച്ച് അന്വേഷിക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ കണ്ണൂർ ജില്ലയിൽ മൊത്തത്തിലുള്ള വെരിഫിക്കേഷനിലാണ് നടക്കുന്നത്. കണ്ണൂർ ജില്ലയിലെ കണ്ണൂർ DOയുടെ പരിധി മാത്രമാണ്. കണ്ണൂർ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസാണ്. അല്ലാതെ ചിലപ്പോൾ തളിപ്പറമ്പ് ഭാഗത്തൊക്കെ ഉള്ളവരുണ്ട്. അപ്പോൾ തളിപ്പറമ്പ് DO വേറെ തന്നെയുണ്ട്. ഓക്കെ, അതുകൊണ്ട് അത് കൃത്യമായി തലശ്ശേരി വേറെ തന്നെയുണ്ട്. അപ്പോൾ കണ്ണൂരിൻ്റെ പരിധിയിൽ എഴുതിയവരുടെ മാത്രം വെരിഫിക്കേഷനാണ് നടക്കുന്നത്. സ്പോർട്സ് സ്കൂളിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. 26 മുതൽ 28 വരെയാണ് ഓരോ കാറ്റഗറിയുടെയും കൃത്യമായിട്ടുള്ള ഡേറ്റ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. പിന്നെ ചെയ്യേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ പറഞ്ഞത്, മറ്റ് DOയിൽ പറയാത്ത ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇവിടെ പറഞ്ഞത്. ഒരു ദിവസം 150 അല്ലെ 150 ടോക്കൺ മാത്രമേ കൊടുക്കൂ എന്ന് പ്രത്യേകം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അങ്ങനെ വെരിഫിക്കേഷൻ ചെയ്യാൻ ഉള്ള ആളുകളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ആ ഒരു ടൈമിന് മുന്നേ അവിടെ എത്താൻ നോക്കുക. ഓക്കെ, വർക്കിംഗ് ടൈമിൻ്റെ ആ ഒരു സമയത്ത് നേരത്തെ പോകാൻ നോക്കുക. ടോക്കൺ പെട്ടെന്ന് തന്നെ വാങ്ങി നമുക്ക് പെട്ടെന്ന് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് പോവാം. പിന്നെ ഈ സെക്കൻഡ് ഇയർ പിന്നെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കേട്ടറ്റ് ക്വാളിഫൈ ചെയ്ത ആളുകളാണെങ്കിൽ നിങ്ങളുടെ സ്ഥാപന മേലധികാരി നൽകുന്ന ഒരു സർട്ടിഫിക്കറ്റ് കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ കാണിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ ദിവസമുണ്ട് 26 മുതലല്ലേ. അപ്പോൾ അടുത്ത ദിവസം തന്നെ നിങ്ങളത് വാങ്ങി വെക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു കോഴ്സ് ഡയറക്ടറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ആ കാര്യങ്ങൾ കൃത്യമായിട്ടൊന്ന് പിന്നെ എടുത്ത് വെക്കാനും കൂടെ ശ്രദ്ധിക്കുക. അടുത്തത് വരുന്നത്, ഇതൊക്കെ നമ്മുടെ കമൻറ്റ് സെക്ഷനും മെസ്സേജൊക്കെ ആയിട്ട് വരുന്നതാണ്, നിങ്ങൾ അറിയിക്കുകയാണ്, ആരും മിസ്സാവേണ്ടെന്ന് വെച്ചിട്ട്. അപ്പോൾ വയനാടിൻ്റെ ആണ് കേട്ടോ വന്നിട്ടുള്ളത്. കേട്ടറ്റ് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ വയനാടിൻ്റെ ആണ്. അത് 2 ദിവസങ്ങളായിട്ട് 19, 20 തീയതികളായിട്ട് കാക്കവയൽ സ്കൂളിൽ വെച്ച് നടന്നിട്ടുണ്ട്. സെപ്റ്റംബർ 19, 20 തീയതികളായിട്ട്. അപ്പോൾ അന്ന് മിസ്സായവരുണ്ടെങ്കിൽ അവർക്കൊരു അവസരം കൂടെ കൊടുക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. തിങ്കളാഴ്ച, അതായത് നാളെ സെപ്റ്റംബർ 23-ാം തീയതി കൽപ്പറ്റ വിദ്യാഭ്യാസ ഓഫീസിൽ വെച്ചിട്ട് വെരിഫിക്കേഷൻ നടക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വയനാട് കംപ്ലീറ്റും ഒരുമിച്ച് തന്നെയാണ്, ഒരേ സ്ഥലത്ത് തന്നെയാണ്. അപ്പോൾ കൽപ്പറ്റ DOയിൽ പോയിട്ട് നിങ്ങൾക്ക് നാളെ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ടൈമും കാര്യങ്ങളൊക്കെ എത്രയും നേരത്തെ പോവുക. നിങ്ങൾ പ്രത്യേകിച്ച് കാറ്റഗറി കാര്യങ്ങളൊന്നും നോക്കണ്ട. ഇനി ഞാൻ പറഞ്ഞ സമയങ്ങളിൽ പോയിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, അടുത്തത് വരുന്നത് ആലപ്പുഴയാണ്. ആലപ്പുഴ ജില്ലയിൽ പിന്നെ സെപ്റ്റംബർ 24, 25 തീയതികളായിട്ട് ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ എക്സാം എഴുതിയ, ആ പരിധിയിൽ എക്സാം എഴുതിയ ആളുകളുണ്ടെങ്കിൽ കൃത്യമായിട്ട് ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ആ ഒരു സമയത്ത് പോയിട്ട് ഈ പറഞ്ഞ പോലെ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ സ്ഥലം പറഞ്ഞത് ഗവൺമെൻറ് ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിലാണെന്നാണ് പറഞ്ഞത്. അത് അവിടെ ഉള്ളവർക്ക് അറിയായിരിക്കും, അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യുക. ഡേറ്റ് 24, 25 തീയതികളായിട്ടാണ് സെപ്റ്റംബർ. ഓക്കെ, അടുത്തത് കൊട്ടാരക്കരയാണ് കേട്ടോ. കൊട്ടാരക്കര DO ഓഫീസ് കാറ്റഗറി 1, 2 വെരിഫിക്കേഷൻ 20-നും കാറ്റഗറി 3, 4 23-നും ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ടൈം 10 മണി മുതൽ 4:30 വരെയാണ്. അപ്പോൾ കാറ്റഗറി 1, 2-ൻ്റെത് സെപ്റ്റംബർ 20 എന്ന് വെച്ചാൽ ആ ഡേറ്റ് നമ്മൾ കഴിഞ്ഞു പോയി. ഇനിയിപ്പോൾ കാറ്റഗറി 3 and 4 3-ൻ്റെയും 4-ൻ്റെയും സെപ്റ്റംബർ 23-ാം തീയതി നടക്കും എന്നാണ് പറഞ്ഞത്. അപ്പം ആദ്യത്തെ 2 മിസ്സായവരുണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യും, ആ സമയത്ത് പോയിട്ട് അത് ചെയ്യാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് നാളെ രാവിലെ തന്നെ അവിടെ വിളിച്ചിട്ട് അന്വേഷിച്ചിട്ട് പോകുന്നതായിരിക്കും നല്ലത്. എന്തായാലും നിങ്ങളത് ചെയ്യുക. ഓക്കെ, അത് കഴിഞ്ഞു, ആ ദിവസം കഴിഞ്ഞു എന്നുള്ളതുകൊണ്ട് നിങ്ങൾ അവസരം നഷ്ടപ്പെടുന്നില്ല. നിങ്ങൾ അവിടെ കോൺടാക്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ അവിടുന്ന് ചെയ്തു തരും. ആ കാര്യം കൂടെ ശ്രദ്ധിക്കുക. ക്ലിയർ? അപ്പോൾ അത്രയും കാര്യങ്ങളാണ് പിന്നെ കൊട്ടാരക്കര DO ഓക്കെ വിദ്യാഭ്യാസ പിന്നെ ജില്ലയുമായി ബന്ധപ്പെട്ട അവിടുത്തെ വിദ്യാഭ്യാസ ഓഫീസിലെ അറിയിപ്പ്. അടുത്തത് വരുന്നത് തൊടുപുഴയാണ് കേട്ടോ. തൊടുപുഴയിൽ ഈ ആഴ്ച ചെയ്യാം എന്നാണ് പറഞ്ഞത്. ഞാനിന്ന് ചെയ്തിട്ടുണ്ടെന്ന് നമ്മുടെ ഒരു ഫോളോവർ അവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരാഴ്ച പോയിട്ട് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് വിളിച്ച് ചോദിച്ചിട്ടോ അല്ലാതെയോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ ചെയ്യാം. വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വെരിഫിക്കേഷനൊക്കെ കംപ്ലീറ്റ് ചെയ്യുക പെട്ടെന്ന് പോയിട്ട്.
ഇനിയിപ്പോൾ അടുത്ത വരുന്നത് കൊല്ലമാണ് കേട്ടോ. കൊല്ലത്ത് എപ്പോഴാണെന്ന് ചോദിച്ചപ്പോൾ അതിന് റിപ്ലൈ ഇവിടെ കണ്ടു. അപ്പോൾ അത് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. കാറ്റഗറി 1 സെപ്റ്റംബർ 23-നും, കാറ്റഗറി 2 24-നും, കാറ്റഗറി 3 25-നും, കാറ്റഗറി 4 26-നും 4 ദിവസങ്ങളായിട്ടാണ് നടക്കുന്നത്. അപ്പോൾ 23, 24, 25, 26 തീയതികളായിട്ടാണ് കൊല്ലം DEOയിലെ കേട്ടറ്റ് വെരിഫിക്കേഷൻ നടക്കുന്നത് എന്നുള്ള കാര്യം ഇവിടുന്ന് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ 2 കാറ്റഗറിയൊക്കെ എഴുതിയവരുണ്ടെങ്കിൽ 2 ദിവസം പോകേണ്ടതായിട്ടൊന്നുമില്ല. നിങ്ങൾ ആദ്യത്തെ ദിവസം പോകുമ്പോൾ തന്നെ മറ്റേതും കൂടെ മെൻഷൻ ചെയ്യും. അപ്പോൾ അവിടുന്ന് രണ്ടും ചെയ്തു തരും. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട, കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അടുത്ത വരുന്നത് പിന്നെ കടുത്തുരുത്തിയാണ് കേട്ടോ. കടുത്തുരുത്തി DEOയിലെ കേട്ടറ്റ് വെരിഫിക്കേഷൻ 24, 25 തീയതികളിൽ നടക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ അടുത്ത ദിവസം തന്നെ അവിടെ കോൺടാക്ട് ചെയ്തിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കും. അതിന് അങ്ങനെയുള്ള കാറ്റഗറി വൈസ് ഒന്നും എല്ലാ DEOയിലും ഇങ്ങനെ ഓരോ കാറ്റഗറിക്കായിട്ട് പ്രത്യേകം ദിവസമൊന്നും ഇല്ല കേട്ടോ. ചില DEOയിലൊക്കെ എല്ലാം ഒരുമിച്ച് നടത്താറുണ്ട്. അത് അവരുടെ തിരക്ക്, ഒരുപാട് ആളുകൾ വരാനുണ്ടെങ്കിൽ എണ്ണൊക്കെ കണക്കാക്കിയിട്ടാണ് അങ്ങനെയൊക്കെ ഡേറ്റ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ കടുത്തുരുത്തിൽ 24, 25 തീയതികളായിട്ടാണ്. അപ്പോൾ നിങ്ങൾ അന്വേഷിക്കുക, അതിന് കോൺടാക്ട് ചെയ്ത് കിട്ടുന്നില്ല നിങ്ങൾ ആ ദിവസം പോവുക. ഓക്കെ, പോയിട്ട് അത് ചെയ്യാൻ ശ്രദ്ധിക്കുക. അടുത്ത വരുന്നത് പിന്നെ വരുന്നത് ഇതാണ്, വടകരയാണ് കേട്ടോ. വടകര വെരിഫിക്കേഷൻ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലെ വെച്ച് നടക്കുന്ന കാര്യങ്ങളാണ് നോക്കാം. അവിടെ നടക്കുന്നത് രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 4 മണി വരെയാണ് കേട്ടോ. ഡേറ്റ് തന്നിട്ടുണ്ട് കാറ്റഗറി 1, 4, 2, 3. അവിടെ ഡേറ്റ് തന്നത് ഇങ്ങനെയാണ്. സെപ്റ്റംബർ 23-ാം തീയതി കാറ്റഗറി 1-ൻ്റെയും 24-ാം തീയതി കാറ്റഗറി 4-ൻ്റെയും വെരിഫിക്കേഷനാണ് നടക്കുന്നത്. 25-ാം തീയതി കാറ്റഗറി 2, അതുപോലെ തന്നെ 26-ാം തീയതി കാറ്റഗറി 3 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കൃത്യമായിട്ട് ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. വടകര ഭാഗത്ത് എക്സാം അറ്റൻഡ് ചെയ്ത ആളുകളുണ്ടെങ്കിൽ ശരിക്ക് അത് കറക്റ്റ് മനസ്സിലാക്കിയിട്ട് പോവുക. 10 മണി മുതൽ 4 മണി വരെയാണ് നടക്കുന്നത്. ആ കാര്യം മനസ്സിലാക്കുക. അടുത്തത് ഇവിടെ വരുന്നത് ഇപ്പോൾ നോക്കാം, ആലുവയാണ് കേട്ടോ. ആലുവ വിദ്യാഭ്യാസ ജില്ലയെ ബന്ധപ്പെട്ട് അവിടുത്തെ പരിധിയിൽ നിങ്ങൾ എക്സാം എഴുതിയവരുണ്ടെങ്കിൽ 23, 24 തീയതികളായിട്ട് ഏറെക്കുറെ എല്ലാവരും ഈ ഒരു 23 നാളെ മുതൽ തിങ്കളാഴ്ച മുതൽ തന്നെയാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്നുള്ള കാര്യം മനസ്സിലാക്കുക. 23, 24 തീയതികളായിട്ടാണ് നടക്കുന്നതെന്നാണ് ഇവിടെ നിന്ന് കിട്ടിയിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇപ്പോൾ കിട്ടിയിട്ടുള്ള അറിയിപ്പുകൾ. അപ്പോൾ ഈ പറഞ്ഞ ഡേറ്റും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വെറുതെ പോയപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മൾ കഴിഞ്ഞ 2 വീഡിയോ നിങ്ങൾ നമ്മുടെ വീഡിയോ സെഷൻ എടുത്ത് നോക്കിയാൽ അവിടെ കാണും. ഒരുപാട് കാര്യങ്ങൾ, ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ എല്ലാം കൃത്യമായിട്ട് തന്നെ നിങ്ങൾ ഫോളോ ചെയ്യണം. അതൊക്കെ എടുത്തിട്ട് വേണം നിങ്ങൾ ഇതിന് പോകാൻ ആയിട്ട്, ഓക്കെ, വെരിഫിക്കേഷന് പോകാനായിട്ട് എന്നുള്ള കാര്യം കൂടെ ശ്രദ്ധിക്കുക. പിന്നെ ഒരു ഡൗട്ട് ഞാൻ കണ്ടത്, പിന്നെ വെരിഫിക്കേഷൻ നേരിട്ട് പോകണോ അല്ല ഓൺലൈനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ടോ എന്നൊക്കെ കണ്ടു. ഒക്കെ ഓൺലൈനായിട്ട് ഓപ്ഷൻ നിലവിലില്ല. നിങ്ങൾ നേരിട്ട് തന്നെ പോകേണ്ടതാണ്. മറ്റൊരാൾ പോയാലും പോരാ, നിങ്ങൾ തന്നെ പോകേണ്ടതായിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഇനി ഇവിടെ പറഞ്ഞ DO അല്ലാത്ത മറ്റ് DOയുടെ നമ്മൾ 2 വീഡിയോയും കൂടി ഇതിന് മുന്നേ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നിങ്ങളൊന്ന് നോക്കുക. ഇവിടെ ഇല്ലാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ പോയിട്ട് നോക്കുക. അതിൽ ഡേറ്റ് കൊടുത്തിട്ടുണ്ടാവും. അതിന് അതിൽ വീഡിയോ മാത്രമല്ല, അതിൻ്റെ കമൻറ്റ് സെക്ഷൻ കൂടെ നിങ്ങൾ നോക്കുക. അവിടെയും ഒരുപാട് ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഓരോ ഡേറ്റ് ഇതുപോലെ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാക്കിയിട്ടും പോയിട്ട് ഈ പറഞ്ഞ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് എന്നുള്ള കാര്യം കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇനിയും ചെയ്യാൻ ബാക്കിയുള്ളവരൊക്കെ ഇനി ഇതുവരെയും അറിയിപ്പ് കിട്ടാത്ത DOയുടെ പരിധിയിൽ എക്സാം എഴുതിയ ആളുകളുണ്ടെങ്കിൽ, ഓക്കെ, ഇപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ടല്ലോ, ഒരുപാട് കമൻറ്റ്സൊക്കെ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നിങ്ങൾ ആ DOയുടെ നമ്പർ കളക്ട് ചെയ്തിട്ട് അവിടെ വിളിച്ച് നോക്കുക. ഏകദേശം എല്ലായിടത്തും തുടങ്ങും. ഇനിയിപ്പോൾ തിങ്കളാഴ്ച മുതൽ ഇതുവരെ തുടങ്ങാത്തവരുണ്ടെങ്കിൽ ഈ മൺഡേ മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കിക്കൊണ്ടുതന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ വിളിച്ച് അന്വേഷിച്ചിട്ട് പോകുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഒരു പക്ഷേ ഡേറ്റൊക്കെ കഴിഞ്ഞാൽ ചില DOയിൽ ചെയ്തു തരും, പിന്നീട് നിങ്ങൾ പോയാലും ചെയ്തു തരും, നിങ്ങൾ വിളിച്ച് അന്വേഷിച്ച് നിങ്ങൾക്ക് ചെയ്തു തരും. ചില DOയിൽ അടുത്ത വെരിഫിക്കേഷൻ നടക്കുമ്പോഴേ ചെയ്യൂ എന്നൊക്കെ പറയാറുണ്ട്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ കമൻറ്റ് കണ്ടതാണ്, ഇപ്പോൾ എഴുതിയ എക്സാം എഴുതിയവർക്ക് മാത്രമല്ല, ഇതുവരെയും എക്സാം ഇതുവരെ നിങ്ങൾ 2012 ശേഷം ഇങ്ങോട്ട് എക്സാം എഴുതിയിട്ട് ഇതുവരെയും വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ ഇതിൻ്റെ കൂടെ പോകാം എന്നുള്ള കാര്യം കൂടെ ഓർമ്മിപ്പിക്കുക. ഓക്കെ, അതിന് പ്രത്യേകിച്ച് മറ്റൊരു ഡേറ്റ് ഒന്നുമില്ല. ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് പോയിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ് എന്നും കൂടെ മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു.